പെരുവെയിലിൽ തളർന്ന കലോത്സവ നഗരി. കാഴ്ചക്കാരും മത്സരാർത്ഥികളും കനത്ത ചൂടിൽ വലയുന്നു. പ്രധാന വേദിയിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, രാവിലെ നമ്മൾ ആവേശ കാഴ്ച കണ്ടതാണ്. പക്ഷേ കൊടും ചൂടാണ് എങ്ങും. അതുകൊണ്ട് തന്നെ വല്ലാതെ തളർന്നിരിക്കുന്നു കാഴ്ചക്കാരും മത്സരാർത്ഥികളും ഒക്കെ. ഇപ്പോഴും ഇങ്ങനെ കലാമത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ ചൂടിനെ അതിജീവിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ എൻ്റെ ഈ ദൃശ്യം കണ്ടില്ലേ, എൻ്റെ ഈ വേഷവിധാനങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കലോത്സവ വേദിയിൽ നിൽക്കാൻ കഴിയുള്ളൂ. കാരണം ഇത്തരത്തിൽ ഒന്നും ധരിക്കാതെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ മുഖാവരണമോ അല്ലെങ്കിൽ ഇതുപോലുള്ള തൊപ്പിയോ ഒന്നും ഇല്ലാതെ കലോത്സവ വേദിയിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കാണാം എത്രത്തോളം കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ മത്സരാർത്ഥികളെല്ലാം തന്നെ ഈ പെരുവെയിലിനെ തോൽപ്പിച്ചുകൊണ്ട് ഇതുവഴി കടന്നു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതികഠിനമായിട്ടുള്ള വെയിലാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ കലോത്സവ വേദിയിൽ. ഇപ്പോൾ പ്രധാന വേദിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. MT നില എന്ന് പറയുന്ന വേദിയിൽ, സെൻട്രൽ സ്റ്റേഡിയത്തിലുള്ള വേദിയിലാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ മത്സരങ്ങൾ സമാപിച്ചിരിക്കുന്ന ഒരു ഇടവേളയുടെ സമയമാണ്. എന്നാൽ കൂടിയും ആളുകളുടെ എണ്ണം വളരെ കുറവ് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം. മത്സരം കഴിഞ്ഞ് ഏതാനും ആളുകളെല്ലാം തന്നെ പുറത്തു പോയിട്ടുള്ള കാഴ്ചകളാണ്. എന്നിരുന്നാൽ പോലും മത്സരം നടക്കുന്ന സമയത്തും ആളുകൾ വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഇപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ അതിശക്തമായിട്ടുള്ള വെയിൽ അതിനെ ബാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കടുത്ത വെയിൽ അനുഭവപ്പെടുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്നൊരു സൂപ്പർ സൺ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഇന്ന് ഉണ്ട് എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ഇപ്പോഴത്തെ നമ്മളിപ്പോൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 33 ഡിഗ്രി സെൽഷ്യസ് ചൂട് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഏതാണ്ട് 38ഓളം ഡിഗ്രി സെൽഷ്യസ് ആയി നമുക്ക് ഫീൽ ലൈക്ക് എന്നുള്ള വിഭാഗത്തിൽ പെടുന്നുണ്ട്. നമുക്കിപ്പോൾ ചോദിക്കാം, വിദ്യാർത്ഥികളോട് ചോദിക്കാം, എങ്ങനെയുണ്ട് വെയില്? തലയിലൊക്കെ നല്ല വെയിലുണ്ട്. ഇപ്പൊ മത്സരത്തിന് വന്നാണ് കാണാൻ തളർന്നോ മോഹിനിയാട്ടത്തിന്? നാളെ പ്രോഗ്രാം. വെയിലെങ്ങനെ വളരെ ബുദ്ധിമുട്ടാണല്ലോ? ബുദ്ധിമുട്ടുണ്ട് നല്ല. എങ്ങനെ കുട്ടികളൊക്കെ വെയിലിൽ തളർന്നു പോകും? നല്ല വെയിലുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. വെള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഉണ്ട്. അതിൽ പ്രശ്നമില്ലെങ്കിലും പക്ഷേ ഈ കനത്ത വെയിൽ ഏതെങ്കിലും കുട്ടികൾക്ക് തിരിച്ചടിയാവാനുള്ള സാധ്യത ഉണ്ടോ? അങ്ങനെ പ്രോഗ്രാംസിന് വരുന്ന കുട്ടികൾക്ക് തളർന്നു പോകാനുള്ള ഒരു സംഭവമാണ് അത്. ഏതായാലും നടക്കട്ടെ. അവർ നാളെ മത്സരത്തിന് എത്തുകയാണ്. ഇപ്പോൾ പവലിയനുകളിൽ വിവിധ ആളുകളെല്ലാം എത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ നമുക്ക് അവിടെ എത്തിയ നമ്മുടെ പവലിയനിൽ തന്നെയുള്ള ഒരു കലാകാരിയോട് ചോദിക്കാം, എങ്ങനെയുണ്ട് വെയില്? നല്ല വെയില്. ഈ മേക്കപ്പ് ഒക്കെ ഈ വെയിലിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ? കുറച്ച് പണിയാണ്, അതാ ഇവിടെ തണലത്ത് വന്നിരുന്നേ. ഇനിയിപ്പോ വൈകുന്നേരം വരെ വിവിധ ഇത്തരത്തിലുള്ള പെർഫോമൻസുകളെല്ലാം ഉണ്ടല്ലോ. ഉണ്ട്. എങ്ങനെ പിടിച്ചു നിൽക്കും? ഇങ്ങനെ തുണിയിലിട്ട്. ദൃശ്യങ്ങളെല്ലാം കാണാം. അതെ, മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊരി വെയിലാണ്. കുഞ്ഞുങ്ങൾ തളർന്നു പോകുന്ന കാഴ്ചയാണെങ്കിലും അവർക്ക് ആവേശ പോരാട്ടം ഉണ്ട്, കലാവിരുന്നാണ്. അതുകൊണ്ട് തന്നെ അവർ പരമാവധി ഈ വെയിലത്തും കൊടും ചൂടിലും ഒക്കെ പിടിച്ചു നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.